ഗുഡ് മോർണിംഗ്. നമുക്കിനി അടുത്തത് ലാഡർ ഫ്രിക്ഷനിലെ അടുത്ത ടൈപ്പ് പ്രോബ്ലം നോക്കാം. അതും യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്വസ്റ്റ്യൻ നോക്കുള്ളൂ നിങ്ങൾ. യൂണിഫോം ലാഡർ 4 meter ലെങ്ത് റെസ്റ്റ് അഗെയിൻസ്റ്റ് എ വാൾ വിച്ച് മേക്സ് ആൻ ആംഗിൾ 45 degree as shown in the figure. The coefficient of friction between the ladder and the wall is 0.4. Okay. And that between the ladder and the floor is 0.5. ഓക്കെ, ഇവിടെയുള്ള ഫ്രിക്ഷൻ ലാഡറും വാളും തമ്മിലുള്ള കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് 0.4 ആണ്. അതുപോലെ തന്നെ ലാഡറും ഫ്ലോറും തമ്മിലുള്ള കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് 0.5 ആണ്. ഓക്കെ, ഇഫ് എ മാൻ ഹൂസ് വെയ്റ്റ് ഈസ് 1/2 that of that ladder ascend it, how high will he when the ladder slips? ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ലാഡറിൻ്റെ വെയിറ്റ് നമ്മൾ W എന്ന് അസ്യൂം ചെയ്യുക. പിന്നെ അതിനകത്തൊരു ലാഡറിലൊരു മാൻ ലാഡർ ക്ലൈംബ് ചെയ്യുമ്പോൾ ഏതൊരു പർട്ടിക്കുലർ പൊസിഷനിൽ എത്തുമ്പോൾ ആ മാൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാഫ് ദാറ്റ് ഓഫ് ലാഡർ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏതൊരു പർട്ടിക്കുലർ പൊസിഷനിൽ എത്തുമ്പോൾ ആ ലാഡർ സ്ലിപ്പാവും. ഓക്കെ, ലാഡർ സ്ലിപ്പാവും. അപ്പോൾ എത്ര ഹൈറ്റിൽ വെച്ചിട്ടാണ് ലാഡർ സ്ലിപ്പാവണം, അതാണ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലാഡറിൻ്റെ വെയിറ്റ് W, ലാഡറിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 4 meter ആണ്. സോ ദിസ് W ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ CG, ദാറ്റ് ഈസ് അറ്റ് ദ സെൻറ്റർ. സോ നമ്മൾ W റെപ്രസെൻറ്റ് ചെയ്തു. ഞാൻ മാൻ്റെ വെയിറ്റ് ഈസ് ഹാഫ് ദാറ്റ് ഓഫ് ലാഡർ, ദാറ്റ് ഈസ് W/2. ലെറ്റ് അസ്യൂം ദ മാൻ ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് X ഫ്രം ദ A. അതായത് ഈ ഒരു ഹൈറ്റിൽ വെച്ചിട്ടാണ് ലാഡർ സ്ലിപ്പ് ആവുന്നുള്ളൊരു അസംപ്ഷൻ നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, ലെറ്റ് ദ ഡിസ്റ്റൻസ് ബി X. നമുക്കറിയില്ല, നമ്മൾ ആ ഡിസ്റ്റൻസ് നമ്മൾ X എടുത്തു. ദ വെയിറ്റ് ഓഫ് ദ മാൻ ബി W/2. ഇതാണ് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്നത്. അറ്റ് ദിസ് പോയിന്റ് ദ ലാഡർ സ്ലിപ്പ്. ഓക്കെ, ഈ ഒരു പോയിന്റിൽ ലാഡർ സ്ലിപ്പ് ആവും. സോ ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ആക്ടിങ് in this direction. There is a normal reaction here, normal reaction from the floor. Okay, that is represented by RF. Here it is mu into RF, that is 0.5 into RF. And also coefficient of friction here, it is trying to slip in the downward direction. So coefficient of friction is the frictional force is acting in the upward direction. Its value is mu into RW. And then normal reaction here it is RW. These are the forces acting in the ladder. ഇത് എത്രയാണ് നമുക്ക് ലാഡറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ ഇത് ദ ലാഡർ ഈസ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ 45 degree വിത്ത് ഫ്ലോർ എന്ന് തന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ടോട്ടൽ ലെങ്ത് ആണ് നമുക്ക് തന്നേക്കുന്നത്. ഓക്കെ, നമ്മളിതുപോലെ തന്നെ ഹൊറിസോണ്ടലും അതുപോലെ തന്നെ വെർട്ടിക്കൽ കമ്പോണൻ്റായിട്ട് നമുക്ക് റിസോൾവ് ചെയ്യാം. നമുക്കറിയാലോ, ബിഫോർ സ്ലിപ്പിനേക്കാളും തൊട്ട് മുമ്പ് വരെ ദ ലാഡർ ഈസ് ഇൻ ഇക്വിലിബ്രിയം. ഏതൊരു X എന്നുള്ള ആ മാൻ ലാഡർ ക്ലൈംബ് ചെയ്തിട്ട് X എന്നുള്ള പൊസിഷനിൽ എത്തുമ്പോഴാണ് ലാഡർ സ്ലിപ്പ് ചെയ്ത് തുടങ്ങുന്നത്. ഓക്കെ, സോ അപ് ടു ദാറ്റ് പോയിന്റ് ദ ലാഡർ ഈസ് ഇൻ ഇക്വിലിബ്രിയം. ആ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുക. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ നെറ്റ് ഫോഴ്സ് ഇൻ ദ വെർട്ടിക്കൽ ഡയറക്ഷൻ should be equal to 0 എന്ന് എടുക്കുക. സോ അതുപോലെ തന്നെ നെറ്റ് ഫോഴ്സ് ഇൻ ദ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ഇസ് ഓൾസോ ഈക്വൽ ടു 0. സോ നമ്മൾ ഹൊറിസോണ്ടൽ ഫോഴ്സുകൾ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ റൈറ്റ് വേർഡ് വരുന്ന ഫോഴ്സുകൾ 0.5 RF അല്ലെങ്കിൽ യെസ് 0 which is in the rightward direction, 0.5 RF minus RW which is in the leftward direction. So we can write RF is equal to 2 times RW എന്ന് എഴുതി. This is equation number 1. ഓക്കെ, ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കിട്ടി. ഇനി നമ്മൾ വെർട്ടിക്കൽ ഫോഴ്സുകൾ റിസോൾവ് ചെയ്യാം. വെർട്ടിക്കൽ ഫോഴ്സുകൾ എന്തൊക്കെ വരിക? ദിസ് ഈസ് RF ഹിയർ which is positive, and the W is the weight of the ladder which is acting in the downward direction, so it is negative. And the weight of the man which is W/2 which is also acting in the downward direction. Next one, frictional force in the wall, that is 0.4 of RW. Okay, is also in the upward direction. So നമുക്ക് ഇവിടെ RF നമുക്ക് കിട്ടിയിട്ടുണ്ട്, that is equal to 2 times RW. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് എന്ത് കിട്ടും? നമുക്ക് RWൻ്റെ വാല്യൂ കിട്ടും. ദ RW is equal to 0.625 W എന്ന് കിട്ടി. ഇൻ ടേംസ് ഓഫ് ലാഡറിൻ്റെ വെയിറ്റ് ടൈമിൽ നമുക്ക് കിട്ടുന്നത് ദാറ്റ് ഈസ് 6.625 W എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് വേണ്ടത് എത്ര ഹൈറ്റിലെത്തുമ്പോഴാണത്
സ്ലിപ്പ് ആവണമെന്നാണ് വേണ്ടത്. സോ വി ഹാവ് ടു ടേക്ക് ദ മൊമെൻറ്റ് അറ്റ് എനി പോയിന്റ്. ഏതെങ്കിലും ഒരു പോയിന്റ് മൊമെൻറ്റ് എടുക്കുക. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഏറ്റവും കൂടുതൽ ഫോഴ്സുകൾ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏത് പോയിന്റ് ആണോ ആ പോയിന്റിൽ വേണം നിങ്ങൾ മൊമെൻറ്റ് എടുക്കാൻ. സോ ഹിയർ നമുക്ക് ഇവിടെ രണ്ടിടത്ത് നിങ്ങൾ എ നോക്കിയിട്ടുണ്ടെങ്കിൽ എയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ 2 ഫോഴ്സാണ്, ബിയിലും 2 ഫോഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോയിന്റിൽ നിങ്ങൾക്ക് മൊമെൻറ്റ് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ എ എന്നുള്ള പോയിന്റിലാണ് മൊമെൻറ്റ് എടുക്കുന്നത്. ടേക്കിംഗ് ദ മൊമെൻറ്റ് അറ്റ് എനി പോയിന്റ് ഷുഡ് ബി ഈക്വൽ ടു 0. സോ മൊമെൻറ്റ് അറ്റ് എ ഷുഡ് ബി ഈക്വൽ ടു 0. എന്താ വരിക? ഫസ്റ്റ് ഫോഴ്സ് ഇസ് W/2. W/2 is here. നമ്മൾ എയിൽ മൊമെൻറ്റ് എടുക്കുമ്പോൾ എല്ലാ ഫോഴ്സുകളുടെയും മൊമെൻറ്റ് എടുക്കുക. ഫസ്റ്റ് ഫോഴ്സ് വന്ന് W/2 ആണ്. W/2 ഈസ് ഹിയർ, വിച്ച് ഈസ് മൊമെൻറ്റ് സെൻറ്റർ ചെയ്യുന്ന W/2 വരെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതാണ്. ഇത് എത്ര വരിക ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എക്സ് ആണ്. സോ ദിസ് ഈസ് എക്സ് cos 45 അല്ലേ, എക്സ് cos 45 വരും. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. W/2 ഇൻറ്റു എക്സ് cos 45. സോ W/2 മൊമെൻ്റായി. ഞാൻ അടുത്തതെന്ന് വെച്ചാൽ W ആണ്. ഡബ്ല്യുവിൻ്റെ ഈ ഡിസ്റ്റൻസ് നമുക്ക് അറിയാം, 2 മീറ്റർ എന്നറിയാം. സോ അത് നമുക്ക് 2 cos 45 എന്ന് വരും. W ഇൻറ്റു സെക്കൻഡ് ഫോഴ്സ് എന്ന് പറയുന്നത് W, വെയിറ്റ് ഓഫ് ദിസ് ലാഡർ. അതിൻ്റെ അവിടേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു ലെങ്ത് ആണ്. ഈ ഒരു ലെങ്ത് എന്താ വരിക? ദിസ് ആംഗിൾ ഈസ് 45 ആൻഡ് ദിസ് ലെങ്ത് ഈസ് 2 മീറ്റർ. സോ ദിസ് ഈസ് 2 cos 45. ദിസ് ഈസ് 2 cos 45 വരും. ഓക്കെ, that is so 2W into 2 cos 45. ഓക്കെ, നെക്സ്റ്റ് ഫോഴ്സ് വരുന്നത് ഏതാണ്? 0.4 RW. 0.4 RW ഈ ഒരു ഫോഴ്സാണ് വരുന്നത്. 0.4 ഇൻറ്റു RW. അവിടേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. അത് എത്ര വരിക? ടോട്ടൽ ലെങ്ത് പറയുന്നത് 4 ആണ്. സോ 0.4 RW which will produce anti-clockwise moment. So 0.4 RW into this distance is എത്ര വരും? 4 cos 45. അതാണ് ഇവിടെ ഇരിക്കുന്നത്. 0.4 RW into 4 cos 45. നിങ്ങൾ നോക്കിക്കോളൂ, 4 cos 45. 0.4 RW into 4 cos 45. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ഫോഴ്സാണ് അല്ലേ, RW എന്നുള്ള ഫോഴ്സാണ്. RW എന്നുള്ള ഫോഴ്സ് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസ്. ഈ ഒരു ഡിസ്റ്റൻസ് എത്ര വരിക? 4 sin 45, which will also produce anti-clockwise moment. The RW is in the leftward direction, so it will produce anti-clockwise moment at the moment center A. So the RW into 4 sin 45. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് cos 45 sin 45 ഈ വാല്യൂസ് ഒക്കെ നമുക്ക് കിട്ടും, നമുക്കറിയാം. സോ സോൾവ് ദിസ് വാല്യൂസ്. നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഡബ്ല്യൂയുടെ ടൈം എല്ലാം എലിമിനേറ്റ് ചെയ്യും. W രണ്ട് സൈഡിലും വരും. സോ വി ക്യാൻ എലിമിനേറ്റ് W. So we got x is equal to 1.5, x/2 is equal to 1.5, or x is equal to 3 meter. So when the man is at a distance of 3 meter from A, the ladder begins to slide, begins to slip. ഇത് പറയാം, സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ ഇത് പിന്നെ കിട്ടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ RW നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടല്ലോ. RW is equal to 0.625 RW കിട്ടിയിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ നമുക്ക് ഡബ്ല്യൂവിൻ്റെ ടൈമിൽ മാത്രം ഒരു ഇക്വേഷൻ ആവും. വി ക്യാൻ എലിമിനേറ്റ് ദ W ഈസിലി. സോ ഫ്രം ദെയർ വി ക്യാൻ കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് എക്സ്. ഓക്കെ, ഇങ്ങനൊരു ടൈപ്പ് വേണമെങ്കിൽ പ്രോബ്ലം ചോദിക്കാം. മുമ്പ് പിന്നെ ഒരു ടൈപ്പ് പ്രോബ്ലം ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു. ഇനി ഒരു ടൈപ്പ് പ്രോബ്ലം ഉണ്ട്, അതുകൂടി ഞാൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ലാഡർ പ്രോബ്ലം കഴിയും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ ടെക്സ്റ്റിലെ പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, ഇനി ഒരു അടുത്ത ഒരു ടൈപ്പ് പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും യൂണിവേഴ്സിറ്റി എക്സാം ചോദിച്ചിട്ടുള്ളതാണ്. KTU May 2017. എ ലാഡർ 5 meter long and weighs 260 Newton. ഓക്കെ, ലാഡറിൻ്റെ വെയിറ്റ് എന്നുണ്ട്. ഈസ് പ്ലേസ്ഡ് അഗൻസ്റ്റ് എ വെർട്ടിക്കൽ വാൾ at an inclination of 30 degree with the wall. Okay, the wall ആയിട്ടുള്ള inclination ആണ് 30 degree. So this angle we can calculate. This is 60 degree. A man weighs 780 Newton climbs the ladder. Okay, അപ്പോൾ 780 Newton ഉള്ളൊരു മാൻ ആ ലാഡർ ക്ലൈംബ് ചെയ്യുന്നുണ്ട്. when he is at a distance of 1.64 meter along the ladder from the lower end, the ladder slips. What is the coefficient of friction assuming it to be same for all contact surface? ഓക്കെ, നമ്മുടെ ഈ ഒരു കേസിൽ അവർ പറഞ്ഞിട്ടുണ്ട് when the man ക്ലൈംബ് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ 1.64 meter ആകുമ്പോൾ the ladder begins to slip. Okay, then we have to find what is the coefficient of friction. Okay, coefficient of friction between the എല്ലാ കേസിലും coefficient of friction same for all contact surface എന്ന് പറയുന്നുണ്ട്. So friction between the ladder and the floor and the ladder and the wall is same. The coefficient of friction is
സെയിം ഇൻ ഓൾ കോൺടാക്ട് സർഫസ്. സോ നമ്മൾ ലാഡർ വരച്ചു, ഇവിടെ 30 ഡിഗ്രി മാർക്ക് ചെയ്തു. സോ ദിസ് ആംഗിൾ 60 ഡിഗ്രി. ഈ 1.64 മീറ്ററിൽ 780 ന്യൂട്ടനുള്ളൊരു മാൻ്റെ പൊസിഷൻ മാർക്ക് ചെയ്തു. ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 260 ന്യൂട്ടൺ. ലാഡറിൻ്റെ വെയിറ്റ് 260 ന്യൂട്ടൺ. അത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. ഇനി ഫോഴ്സുകൾ റെപ്രസെൻറ്റ് ചെയ്യുക. ലാഡർ സ്ലിപ്സ് ഇൻ ദ ലെഫ്റ്റ് വേ ഡയറക്ഷൻ. സോ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് ആക്ടിങ് ഇൻ ദ റൈറ്റ് വേ ഡയറക്ഷൻ. നോർമൽ റിയാക്ഷൻ ഈസ് RF. Here normal reaction is normal reaction on the floor RF. This is അറിയില്ല. So mu into RF. Mu into RF എന്ന് എഴുതി. Here it is wall. Normal reaction from the wall is RW. The ladder going to slips downwards. So mu into RW, which is in the upward direction. എല്ലാ ഫോഴ്സുകളായി നമ്മൾ റിസോൾവ് ചെയ്യാം. റിസോൾവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വി ഹാവ് ടു റിസോൾവ് ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ ഫോഴ്സാണ് വരുന്നത്? mu into RF. ഫസ്റ്റ് വരുന്നത് mu into RF. സെക്കൻഡ് വൺ RW. ഓക്കെ, സോ നമുക്ക് എന്ത് എഴുതാം? RW is equal to mu into RF എന്ന് എഴുതാം, അല്ലെങ്കിൽ RF is equal to RW by mu. ഇത് നമ്മൾ ഹൊറിസോണ്ടൽ ഫോഴ്സ് റിസോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. RF is equal to RW by mu എന്നുള്ള വാല്യൂ. ഓക്കെ, ഇനി വെർട്ടിക്കൽ ഫോഴ്സുകൾ റിസോൾവ് ചെയ്യുക. നെറ്റ് ഫോഴ്സ് ഇൻ ദ വെർട്ടിക്കൽ ഡയറക്ഷൻ ഷുഡ് ബി ഈക്വൽ ടു 0. സോ നമുക്ക് എന്താ വരിക? RF in the upward direction, so that is positive. Okay, minus 780 minus 260, both are in the downward direction. Next one, plus mu into RW, which is in the upward direction, that should be equal to 0. So RF plus mu into RW is equal to 1040 എന്ന് വരും. 1040 പോയിൻ്റ് അല്ല, 1040 എന്ന് വരും. സോ നമുക്കിവിടെ RF നമുക്ക് ഇൻ ടേംസ് ഓഫ് RW കിട്ടിയിട്ടുണ്ട്. RW ബൈ മ്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. RW ബൈ മ്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ നമുക്ക് എന്ത് വരും? RW ഇൻറ്റു സംതിങ് മ്യൂൻ്റെ ഒരു ഇക്വേഷൻ വരും. സോ നമുക്കിത് എഴുതാം. RW ഈസ് ഈക്വൽ ടു 1040 ഇൻറ്റു മ്യൂ ടൈംസ് 1 ഡിവൈഡ് ബൈ ഇത് സോൾവ് ചെയ്താൽ മതി. ഇത് LCM എടുക്കുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 പ്ലസ് മ്യൂ സ്ക്വയർ ബൈ മ്യൂ എന്ന് വരും. സോ RW എടുത്തിട്ടുണ്ടെങ്കിൽ 1040 ഇൻറ്റു മ്യൂ ഡിവൈഡ് ബൈ 1 പ്ലസ് മ്യൂ സ്ക്വയർ എന്ന് വരും. സോ നമുക്ക് RWൻ്റെ ഒരു വാല്യൂ കിട്ടി. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? നമ്മൾ RWൻ്റെ വാല്യൂ കിട്ടി, മൊമെൻ്റ് എടുക്കുക. നേരത്തെ പറഞ്ഞിട്ട് മൊമെൻ്റ് അറ്റ് പോയിൻ്റ് A, നമ്മൾ മൊമെൻ്റ് A എന്നുള്ള പോയിന്റിൽ മൊമെൻ്റ് എടുക്കുകയാണ്. A എന്നുള്ള പോയിന്റിൽ മൊമെൻ്റ് എടുക്കുമ്പോൾ വരുന്ന ഫോഴ്സുകൾ, ഈ ഒരു പോയിന്റിൽ മൊമെൻ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ വരുന്ന ഫോഴ്സുകൾ 780, ദിസ് ആംഗിൾ 60, ഇതറിയാം. സോ ഈ ഒരു ലെങ്ത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറയുന്നത് 1.64 cos 60 ആണ്. സോ 1.64 cos 60. സെക്കൻഡ് ലോഡ് ഈസ് 260 ആണ്. സോ അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. ദാറ്റ് ഈസ് ലാഡറിൻ്റെ ടോട്ടൽ ലെങ്ത് 5 ആണ്. സോ ദിസ് ഈസ് 2.5 cos 60. ദാറ്റ് ഈസ് 2.5 cos 60 മൈനസ് mu RW ഇൻറ്റു 5 cos 60. അത് ഇതാണ്. സോ ഈ ഒരു ലെങ്ത് 5 ആയതുകൊണ്ട് ദിസ് ഈസ് 5 cos 60. 5 cos 60 mu RW ഇൻറ്റു 5 cos 60 വിച്ച് വിൽ പ്രൊഡ്യൂസ് ആൻറ്റി ക്ലോക്ക്വൈസ് മൊമെൻറ്റ്. അതുകൊണ്ട് ഇത് നെഗറ്റീവ് വരും. നെക്സ്റ്റ് വൺ RW ഇൻറ്റു ഈ ഒരു ഡിസ്റ്റൻസ് ആണ് വരിക, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിട്ട് വരിക. സോ ദാറ്റ് ഈസ് 5 ഇൻറ്റു sin 60. ഇത് സോൾവ് ചെയ്യുക. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക RW ഈസ് ഈക്വൽ ടു, ഇതുപോലത്തെ സോൾവ് ചെയ്യുക. നമ്മൾ വീണ്ടും സോൾവ് ചെയ്ത് നോക്കുക. ഇതുപോലത്തെ ഒരു ഇക്വേഷൻ വരും. നമുക്ക് RW നമുക്ക് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. RW ഈസ് ഈക്വൽ ടു 1040 ഇൻറ്റു മ്യൂ ഡിവൈഡ് ബൈ 1 പ്ലസ് മ്യൂ സ്ക്വയർ. സോ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക മ്യൂ മാത്രമല്ല, RWന് വരെ മ്യൂയുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് മ്യൂയുടെ ടൈമിൽ ഒരു ഇക്വേഷൻ കിട്ടും. സോ സോൾവ് ഇറ്റ് ഫോർ മ്യൂ. ഒരു സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ വരുന്നത്. അത് നിങ്ങൾ സോൾവ് ചെയ്യുക. കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. കാൽക്കുലേറ്റർ സോൾവ് ചെയ്യുന്ന അങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാതെ ഞാൻ വിചാരിക്കുന്നു. അറിയില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കാം, ഞാനത് പറഞ്ഞുതരാം. സോ ദ മ്യൂ ഈസ് ഈക്വൽ ടു 0.2. സോ ദാറ്റ് ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. സോ ഇതാണ് ലാഡർ പ്രോബ്ലത്തിൽ വരാവുന്ന 4 കേസ് പ്രോബ്ലംസ്. നമ്മൾ 4 കേസ് പ്രോബ്ലംസും ഡിസ്കസ് ചെയ്തു. എല്ലാത്തിനും ഫോഴ്സുകൾ വരുന്നത് സെയിം ആണ്. പിന്നെ വരുന്ന വാല്യൂസ് കണ്ടുപിടിക്കേണ്ട വാല്യൂസ് മാത്രം ചെറിയ ഡിഫറൻസ് വരുന്നുള്ളൂ. എല്ലാ യൂണിവേഴ്സിറ്റി എക്സാമിനും ചോദിച്ചിട്ടുള്ള പ്രോബ്ലമാണ്. സോ പഠിക്കുക, എന്തായാലും വരും. ഓക്കെ, താങ്ക് യു.